ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോഫ്റ്റ് ചിക്കൻ മോമോസും സ്പൈസി ചട്നിയും റെഡിയാക്കി എടുക്കാം. ഒന്നര കപ്പ് മൈദയിൽ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് സോഫ്റ്റ് മാവായി കുഴച്ചെടുക്കുക. കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഗ്രാം ചിക്കനിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കുക. ഒരു ബൗളിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഒരു ഉള്ളി, ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മോമോസിനുള്ള ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ചട്നി റെഡിയാക്കി എടുക്കുക. അതിനായി ഒരു കുക്കറിലേക്ക് ഒരു ഉള്ളിയും 2 തക്കാളിയും ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ഉണക്കമുളകും ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറക്കുക. ചെറുതായി ചൂടാറിയതിന് ശേഷം തക്കാളിയുടെ തൊലി കളയുക. വറ്റൽമുളകിൻ്റെ തണ്ടും മാറ്റി എല്ലാം കൂടെ സ്മൂത്ത് പേസ്റ്റ് ആവുന്നവരെ അരച്ചെടുക്കുക. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നല്ല കട്ടിയാവുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കച്ചപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചാൽ നമ്മുടെ മോമോസിൻ്റെ ചട്നി ഇവിടെ റെഡിയാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് നന്നായിട്ട് കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കുക. ഇനി ഒരു കട്ടറോ മൂടിയോ ഉപയോഗിച്ച് ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഓരോ വട്ടത്തിലും ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ് ചേർക്കുക. 。 . 。 . 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 。
ഇനി ഇതുപോലെ ഞെറികളായിട്ട് എടുത്ത് മോമോസ് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള മോമോസും റെഡിയാക്കി എടുക്കുക. ഇനി ഒരു സ്റ്റീമറിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതിലേക്ക് ഓരോ മോമോസും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ചിക്കൻ മോമോസും നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയും ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.